Welcome to our spoken English class. ഓക്കെ, ഇന്ന് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെ കൂട്ടം കൊണ്ടുവന്ന് ഇംഗ്ലീഷിൽ പഠിക്കും. ഉങ്ങിയ വീഡിയോ മാറ്റണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ക്ലാസ് ആയിരിക്കും ഇത്. ഏതൊക്കെ സെൻറ്റൻസ് എപ്പൊക്കെ പറയണമെന്ന് ശശിചേട്ടൻ പഠിപ്പിച്ചു തരാം. എൻ്റെ പേര് ശശി മുണ്ടൂരെന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ കൂട്ടം കൂടണമെന്ന് നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ പഠിക്കാം. അപ്പോൾ ശശിചേട്ടൻ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇന്നലെ നടന്നത് അല്ലെങ്കിൽ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ, അതെല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെ വളരെ ഈസിയായി പറയാമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ശശിചേട്ടനോട് ചോദിക്കാം ആദ്യം എന്താ പറയേണ്ടതെന്ന്. ഓ കുട്ടിയെ, ആദ്യം ഇത് തന്നെ പറയാം കുട്ടിയെ. ഇന്നലെ ഞങ്ങൾ മുണ്ടൂർ വേല കാണാൻ പോയി എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം കുട്ടിയെ? അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഞാൻ ഇന്നലെ വേല എന്ന് പറയുന്നത് അത് ഉത്സവമാണ് കുട്ടിയെ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉത്സവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാലക്കാട് വേല എന്ന് പറയുന്നത്. ഞാൻ വേലയ്ക്ക് പോയി, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? I went to the festival. ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ ആദ്യം വയ്ക്കുക. എന്നെക്കുറിച്ചല്ലേ പറയുന്നത്? അപ്പോൾ I ഇനി പോയി എന്ന് പറയുകയാണ്. പോവുക എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഗോ എന്നാണ്. നമ്മൾ വേലയ്ക്ക് പോയി, കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ ഗോ എന്താവും? വെൻ്റായി മാറും. ആയി ഇനി നമ്മൾ പോയി എന്ന് പറയുകയാണ്. വെൻറ്റ് എങ്ങോട്ട്? ടു ദ ഫെസ്റ്റിവൽ. നമ്മൾ പഠിച്ചു, ഒരു ഡിറക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? ടു. ഞാൻ വേലയ്ക്ക് പോയി. I went to the festival. അവൻ വേലയ്ക്ക് പോയി. അവൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹി യൂസ് ചെയ്യുക. അവൻ വേലയ്ക്ക് പോയി. He went to the festival. ശശി വേലയ്ക്ക് പോയി. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൻ മാറ്റി അവിടെ ശശി വയ്ക്കുക. ശശി വെൻറ്റ് ടു ദ ഫെസ്റ്റിവൽ. ഞങ്ങൾ വേലയ്ക്ക് പോയി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി വെൻറ്റ് ടു ദ ഫെസ്റ്റിവൽ. We went to the festival. അവർ വേലയ്ക്ക് പോയി. അവരെന്ന് പറയുമ്പോൾ they went to the festival. അവർ വേലയ്ക്ക് പോയി. they ഇനി ആക്ഷൻ. പോയി എന്ന് പറയുമ്പോൾ went. എങ്ങോട്ട്? ടു ദ ഫെസ്റ്റിവൽ. അവർ ഫംഗ്ഷന് പോയി എന്നെങ്ങനെ നമ്മൾ പറയും? they went to the function. they went to the function. സീമ ഫംഗ്ഷന് പോയി. സീമ went to the function. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയുടെ പേര് ആദ്യം വയ്ക്കുക. അതിനുശേഷം ആക്ഷൻ. സീമ ഇനി പോയി, അതാണ് ആക്ഷൻ. വെൻറ്റ് എങ്ങോട്ട്? ഫംഗ്ഷനിലേക്ക്. ടു ദ ഫംഗ്ഷൻ. അവൾ ഫംഗ്ഷനിലേക്ക് പോയി. She went to the function. അവളെന്ന് വരുമ്പോൾ she.
She went to the function. ഞങ്ങൾ ഫംഗ്ഷന് പോയി. We went to the function. We went to the function. ഞാൻ ഫംഗ്ഷന് പോയി. ഞാൻ എന്ന് പറയുമ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? I. I went to the function. I went to the function. ഓ കുട്ടിയെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും ഫംഗ്ഷന് പോയിന്ന്. അടുത്തത് എന്ത് നടന്നു എന്ന് പറ കുട്ടിയെ. അപ്പോൾ അടുത്തത് എന്താ നടന്നത്? ശശിചേട്ടൻ വേലയ്ക്ക് പോയി. അതിനുശേഷം ശശിചേട്ടൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ശശിചേട്ടൻ പറയുകയാണ്, ഓ കുട്ടിയെ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങി, അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? ഞാനിതെല്ലാം വാങ്ങിയെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? വേലയ്ക്ക് പോയിട്ട് ഞാൻ വാങ്ങിയതാണ്, അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I bought these. ഞാനിതെല്ലാം വാങ്ങി. I bought. വാങ്ങുക എന്ന വാക്ക് ബൈ ആണ്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞല്ലോ, അപ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? bought. ഇനി എന്ത്? these. ഇതെല്ലാം. I bought these. ഞാനിതെല്ലാം വാങ്ങി. ഞാനിതെല്ലാം നിനക്ക് വേണ്ടി വാങ്ങി. അതെങ്ങനെ പറയും? I bought these for you. നിനക്ക് എന്ന് പറയുമ്പോൾ you. നിനക്ക് വേണ്ടി. for you. ഞാനിതെല്ലാം അവന് വേണ്ടി വാങ്ങി. I bought these for him. അവന് വേണ്ടി എന്ന് പറയുമ്പോൾ for him. I bought these for him. ഞാനിതെല്ലാം രാഹുലിന് വേണ്ടി വാങ്ങി. അതെങ്ങനെ പറയും? ആദ്യം ആരാ വാങ്ങിയത്? ഞാനല്ലേ. അപ്പോൾ എന്നെ ആദ്യം പറയുക. I. ഇനി ആക്ഷൻ. bought. എന്ത്? these. ആർക്ക്? for രാഹുൽ. I bought these for രാഹുൽ. ഞാൻ രാഹുലിന് വേണ്ടി ഇതെല്ലാം വാങ്ങി. ഞാൻ അവർക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങി. ഞാൻ അവർക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങി. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വെരി ഗുഡ്. I bought these for them. അവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ for them. I bought these for them. ഞാനിതെല്ലാം നമുക്ക് വേണ്ടി വാങ്ങി. നമുക്ക് വേണ്ടി എന്ന് for us ഉപയോഗിച്ച് പറയുക. I bought these for us. ഞാനിതെല്ലാം നമുക്ക് വേണ്ടി വാങ്ങി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ പറയുകയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അപ്പോൾ വേലയ്ക്ക് പോയ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. I saw my friends. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ my friends. കാണുക എന്ന വാക്ക് see ആണ്.
നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ, അപ്പോൾ സോ യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. ആദ്യം ഞാൻ, ഐ, ഇനി കണ്ടു, സോ, ആരെ, എൻ്റെ ഫ്രണ്ട്സ്, മൈ ഫ്രണ്ട്സ്. I saw my friends. അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? He saw his friends. He saw his friends. അവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഹിസ് ഫ്രണ്ട്സ്. അവൾ അവളുടെ ഫ്രണ്ട്സിനെ കണ്ടു. അവൾ അവളുടെ ഫ്രണ്ട്സിനെ കണ്ടു. ഷീ സോ ഹർ ഫ്രണ്ട്സ്. അവളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഹർ ഫ്രണ്ട്സ്. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി സോ അവർ ഫ്രണ്ട്സ്. വി സോ അവർ ഫ്രണ്ട്സ്. അവർ അവരുടെ ഫ്രണ്ട്സിനെ കണ്ടു. അവർ അവരുടെ ഫ്രണ്ട്സിനെ കണ്ടു. They saw their friends. They saw their friends. അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ their friends. ആ കുട്ടിയെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, എല്ലാവരും ആരെയൊക്കെ കണ്ടു. അടുത്തെന്ത് സംഭവിച്ചു എന്ന് പറയ കുട്ടിയെ, തൊങ്ങനെ ശബ്ദം എടുക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചു എന്ന് പറ കുട്ടിയെ എന്ന് ശശിചേട്ടൻ പറയുകയാണ്. അപ്പോൾ ശശിചേട്ടൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, കുട്ടിയെ അവിടെ തൊങ്ങനെ ഒച്ചയുണ്ടായിരുന്നു, മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും കുട്ടിയെ? അപ്പം അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവിടെ ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു. There was a loud sound. അവിടെ ഒരു വലിയ സൗണ്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണ്. There was a loud sound. ഒരു വലിയ സൗണ്ട് ഉണ്ടായിരുന്നു. There was. ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ പറയണം. There എന്ന് പറയുമ്പോൾ അവിടെ കഴിഞ്ഞു പോയ കാര്യമായത് കാരണം was ഉപയോഗിക്കുക. There was എന്ത്? ഒരു വലിയ സൗണ്ട്. A loud sound. അവിടെ ഒരു കടയുണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? There was a shop. അവിടെ എന്ന് പറയുമ്പോൾ there. അവിടെ ഒരു കടയുണ്ടായിരുന്നു. There was a shop. കുട്ടിയെ ഒരു കടയല്ല, അവിടെ ഒരുപാട് കടയുണ്ടായിരുന്നു, ഒരുപാട് പൊരിയെല്ലാം ഉള്ള കടയുണ്ടായിരുന്നു. ഒരുപാട് കടയുണ്ടായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒരുപാട് കടകളുണ്ടായിരുന്നു. There were. ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ was അല്ല were നമ്മൾ യൂസ് ചെയ്യണം. There were many shops. There were many shops. അവിടെ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് കടകൾ ഉണ്ടായിരുന്നു. കുറച്ച് എന്ന് പറയുമ്പോൾ few. അവിടെ കുറച്ച് കടകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? There were few shops.
were few shops. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മളൊരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക, കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ഈ രീതിയിൽ പറയുമ്പോൾ, ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ വാസ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ വേർ യൂസ് ചെയ്യുക. ഇനി നമ്മൾ പറയുകയാണ്, കുട്ടിയെ ഞാൻ അവിടെ പോയിട്ട് ഒരു പാട്ട് പാടി. ഐ സാങ്. എത്ര പാട്ട്? ശശിയേട്ടൻ നല്ലോണം പാടുന്നതുകൊണ്ടായിരിക്കും ഒരു പാട്ട് പാടാനേ അവർ സമ്മതിച്ചുള്ളൂ. എ സോങ്. ഐ സാങ് എ സോങ്. ഞാനൊരു പാട്ട് പാടി. പാടുക എന്ന വാക്ക് സിങ്. പാടിക്കഴിഞ്ഞല്ലോ, നമ്മൾ പാടി എന്ന് പറയുകയാണ്. അപ്പോൾ സാങ് യൂസ് ചെയ്യുക. ഞാനൊരു പാട്ട് പാടി. ഐ സാങ് എ സോങ്. അവനൊരു പാട്ട് പാടി. അവൻ എന്ന് വരുമ്പോൾ ഏത് വാക്ക് നമ്മൾ യൂസ് ചെയ്യും? ഹി. ഹി സാങ് എ സോങ്. ഹി സാങ് എ സോങ്. റോഹൻ ഒരു പാട്ട് പാടി. റോഹൻ സാങ് എ സോങ്. റോഹൻ സാങ് എ സോങ്. ഞങ്ങളൊരു പാട്ട് പാടി. ഞങ്ങൾ എന്ന് വരുമ്പോൾ വി. വി സാങ് എ സോങ്. വി സാങ് എ സോങ്. അവരൊരു പാട്ട് പാടി. ദേ സാങ് എ സോങ്. അവരെന്ന് പറയുമ്പോൾ ദേ യൂസ് ചെയ്യുക. അവർ ഒരു പാട്ട് പാടി. ദേ സാങ് എന്ത്? ഒരു പാട്ട്. എ സോങ്. പ്രിയ ഒരു പാട്ട് പാടി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? പ്രിയ ഒരു പാട്ട് പാടി. പ്രിയ സാങ് എ സോങ്. പ്രിയ സാങ് എ സോങ്. കുട്ടിയെ പ്രിയ ഒന്നുമല്ല പാടിയത്, ഞാൻ തന്നെയാണ് പാടിയത്. എല്ലാവരും പ്രോഗ്രാമിന് വന്നായിരുന്നു. അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എവ്രിവൺ came to the program. എല്ലാവരും എന്ന് എവ്രിവൺ ഉപയോഗിച്ച് പറയുക. വരിക എന്ന വാക്കാണ് കം. വന്നു എന്ന് പറയുമ്പോൾ came യൂസ് ചെയ്യുക. എല്ലാവരും പ്രോഗ്രാമിന് വന്നു. എവ്രിവൺ came. എങ്ങോട്ടാണ് അവർ വന്നത്? പ്രോഗ്രാമിലേക്ക്. ഒരു ഡിറക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ ടു യൂസ് ചെയ്യണം. എവ്രിവൺ came to the program. എല്ലാവരും പ്രോഗ്രാമിലേക്ക് വന്നു. ശശിചേട്ടൻ്റെ പാട്ടിൻ്റെ ഗുണം കൊണ്ടായിരിക്കും എല്ലാവരും പ്രോഗ്രാമിലേക്ക് വന്നു. അവൻ പ്രോഗ്രാമിലേക്ക് വന്നു എന്നെങ്ങനെ പറയും? ഹി came to the program. He came to the program. അവൾ പ്രോഗ്രാമിലേക്ക് വന്നു. She came to the program. ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് വന്നു. ഞങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ ശശിചേട്ടൻ പാടുന്നതുകൊണ്ട് ഞങ്ങളും വന്നു. ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് വന്നു എന്നെങ്ങനെ പറയും? We came to the program. We came to the program. അവർ വന്നായിരുന്നു, അവർ പ്രോഗ്രാമിലേക്ക് വന്നായിരുന്നു. They came to the program. They came to the program.
അപ്പോൾ ഇനി ശശിചേട്ടൻ പറയുകയാണ്, കുട്ടിയെ പാട്ട് നന്നായിരുന്നു, പക്ഷേ എല്ലാവരും ഓടിപ്പോയി. എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായല്ലോ കുട്ടിയെ. പിന്നെ കമ്മിറ്റിക്കാരെ പേടിച്ച് ഞാനും വീട്ടിൽ പോയി. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? എല്ലാവരും എങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചല്ലോ. എവ്രി വൺ. ഓടുക, അതിൻ്റെ ഇംഗ്ലീഷ് റൺ. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി, റാൻ യൂസ് ചെയ്യണം. എല്ലാവരും ഓടിപ്പോയി, എവ്രി വൺ റാൻ അവേ. ഓടിപ്പോയി എന്ന് നമ്മൾ പറയുകയാണ്. എവ്രി വൺ റാൻ അവേ. നമുക്ക് ആരും അവിടെ കാണാനില്ല. അവൻ ഓടിപ്പോയി, അതെങ്ങനെ പറയും? ഹീ റാൻ അവേ. നമ്മൾ ഇങ്ങനൊരു സെൻറ്റൻസ് ആയത് കാരണം തൽക്കാലം ആരുടെയും പേരെടുക്കുന്നില്ല. ഇനി നമ്മൾ പറയുകയാണ് അവർ ഓടിപ്പോയി. അവരെന്ന് പറയുമ്പോൾ ദേ. അവർ ഓടിപ്പോയി, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ദേ റാൻ അവേ. പാട്ട് കേട്ടിട്ട് നമ്മൾ ഓടിപ്പോയി. നമ്മൾ ഓടിപ്പോയി എന്നെങ്ങനെ പറയും? വി റാൻ അവേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ശശിചേട്ടൻ സേഫായിട്ട് വീട്ടിലെത്തി. കമ്മിറ്റിക്കാർ ഓടിച്ചെങ്കിലും വീട്ടിലെത്തി. അപ്പോൾ സേഫായി വീട്ടിലെത്തി, അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ സേഫ്ലി വീട്ടിലെത്തി. I reached home safely. എത്തി എന്ന് പറയുന്നത് റീച്ച് എന്ന വാക്കാണ്. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞല്ലോ, അപ്പോൾ റീച്ച്ഡ് എന്ന് ഉപയോഗിക്കണം. ഞാൻ വീടെത്തി. I reached home. സേഫായിട്ടെത്തി എന്ന് പറയുകയാണ്. അപ്പോൾ I reached home safely. സേഫിൻ്റെ കൂടെ ഒരു LYയും കൂടെ ആഡ് ചെയ്യണം. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെ വീടെത്തി എന്ന് പറയുകയാണ്. അപ്പോൾ വെറുതെ സേഫ് എന്ന് പറയരുത്, സേഫ്ലി എന്ന് പറയണം. I reached home safely. ഞങ്ങളെല്ലാവരും വീട്ടിൽ സുരക്ഷിതമായി എത്തി. ഞങ്ങൾ വീട്ടിൽ സുരക്ഷിതമായി എത്തി. We reached home safely. We reached home safely. അവർ വീട്ടിൽ പെട്ടെന്നെത്തി. അവർ വീട്ടിൽ പെട്ടെന്നെത്തി. ചിലപ്പോൾ പാട്ടിൻ്റെ ഗുണം കൊണ്ടായിരിക്കും ശശിചേട്ടൻ്റെ. അവർ വീട്ടിൽ പെട്ടെന്ന് എത്തി. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ക്യുക്ക്. പിന്നെ ഈ സെൻറ്റൻസിൽ നമ്മൾ വെറുതെ ക്യുക്ക് പറയരുത്, ക്യുക്ക്ലി എന്ന് പറയണം. എങ്ങനെ എത്തി എന്ന് പറയുകയാണ്, നമ്മളൊരു വിശേഷണം കൊടുക്കുകയാണ്. ആ സമയത്ത് ക്യുക്ക് പ്ലസ് LY ആഡ് ചെയ്യണം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഉറപ്പായിട്ടും നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവസാനം ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ ഒരു LY ആഡ് ചെയ്ത് കൊടുക്കുക. അവർ വേഗം വീട്ടിലെത്തി. They reached home quickly. ഷബ്ന വേഗം വീട്ടിലെത്തി. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഷബ്ന reached home quickly. ഷബ്ന reached home quickly. ഷബ്ന വേഗം വീട്ടിലെത്തി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ശശിചേട്ടൻ സേഫായിട്ട് വീട്ടിലെത്തി. എന്നിട്ട് പറയുകയാണ്, വീടെത്തിയതും ഞാൻ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നമ്മളെങ്ങനെ പറയും? കഴിക്കുക എന്നത് ഈറ്റ് എന്ന വാക്കാണ്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ
ate എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഡിന്നർ കഴിച്ചു. I ate dinner. I ate dinner. അവൻ ഡിന്നർ കഴിച്ചു. He ate dinner. He ate dinner. സീത ഡിന്നർ കഴിച്ചു. സീത ate dinner. അവർ ഡിന്നർ കഴിച്ചു. അവരെന്ന് പറയുമ്പോൾ ദേ. നമ്മൾ പഠിച്ചു, നമ്മൾ ഭക്ഷണം കഴിക്കുക. കഴിക്കുക എന്ന് പറയുമ്പോൾ ഈറ്റ് യൂസ് ചെയ്യണം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എയ്റ്റ് എന്ന വാക്കാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറയുകയാണ് അവർ ഡിന്നർ കഴിച്ചു. They ate dinner. അവരെന്ന് പറയുമ്പോൾ they ate dinner. ഞങ്ങൾ ഡിന്നർ കഴിച്ചു. We ate dinner. We ate dinner. ലാസ്റ്റ് ശശിചേട്ടൻ പറയുകയാണ്, ഞങ്ങൾ തൊങ്ങനെ എൻജോയ് ചെയ്തു കുട്ടിയെ, അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? അപ്പോൾ I enjoyed a lot. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. I enjoyed. അപ്പോൾ എൻജോയ് എന്ന് പറയുമ്പോൾ ഇപ്പം നടക്കുന്നൊരു കാര്യം നമ്മൾ ആസ്വദിച്ചു എന്ന് പറയുകയാണ്. കഴിഞ്ഞു പോയൊരു കാര്യം നമ്മൾ എൻജോയ് ചെയ്തു എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ എൻജോയ് എന്ന് പറയരുത്, എൻജോയ്ഡ് എന്ന് പറയണം. I enjoyed ഒരുപാട്, a lot. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. I enjoyed a lot. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. We enjoyed a lot. We enjoyed a lot. They enjoyed a lot. They എന്ന് പറയുമ്പോൾ ഏത് വാക്കാ? അവർ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ ഒരുപാട് എൻജോയ് ചെയ്തു. They enjoyed a lot. അവൾ ഒരുപാട് എൻജോയ് ചെയ്തു. She enjoyed a lot. She enjoyed a lot. കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്തു. കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ദ ചേർക്കണം. അപ്പോൾ കുട്ടികൾ എൻജോയ് ചെയ്തു. The children enjoyed a lot. കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ 5 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ലെറ്റ്സ് ഗോ ടു ദ മോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ലെറ്റ്സ് ഗോ ടു മൈ ഹോം. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, വാട്ട്സ് ടുഡേയ്സ് സ്പെഷ്യൽ. Fourth question the answer, we shall come tomorrow. The last question the answer, Sneha will come today. ഇന്നത്തെ 5 homework questions ഇതെല്ലാമാണ്. അപ്പോൾ ഈ 5 questions എല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസേഴ്സ് എഴുതുക.
നോട്ട്ബുക്കിൽ എഴുതിയാലും മതി. കമൻറ്റ് ബോക്സിൽ കറക്റ്റായി എഴുതിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്നേഹ ഒരു പാട്ട് പാടി. സ്നേഹ ഒരു പാട്ട് പാടി. തേർഡ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഓടിപ്പോയി. എല്ലാവരും ഓടിപ്പോയി. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവർ ഉത്സവത്തിന് പോയി. അവർ ഉത്സവത്തിന് പോയി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റിയ ഡിന്നർ കഴിച്ചു. റിയ ഡിന്നർ കഴിച്ചു. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാ കമൻസിനും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. So see you in the next video. Have a nice day.